ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. അതിൽ ആദ്യത്തെ വീഡിയോസ് കാണാത്ത കൂട്ടുകാർ ആ ക്ലാസ്സസ് ഫോളോ ചെയ്യുക. ഇന്ന് നമ്മൾ നോക്കുന്നത് പേജ് നമ്പർ 20ലെ ഫിഗർ ഇറ്റ് ഔട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ ഫസ്റ്റ് 6 ക്വസ്റ്റ്യൻസ് നമ്മൾ മുമ്പിലത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 7th ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ. എ കാൽക്കുലേറ്റർ ഹാസ് ഓൺലി 10,100 buttons. Write an expression describing the number of buttons clicked to be made for the following numbers. അതായത് ഒരു കാൽക്കുലേറ്ററിനകത്ത് നമുക്ക് 10,000ന്റെയും 100ന്റെയും ബട്ടൺ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഈ തന്നിട്ടുള്ള നമ്പേഴ്സ് കിട്ടാൻ നമ്മൾ ഈ ബട്ടൺസ് എത്ര ടൈംസ് ക്ലിക്ക് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് നമ്പർ ഓഫ് ബട്ടൺ ക്ലിക്സ്, ക്രിയേറ്റീവ് ചിട്ടി, കൂട്ടുകാർ ഓർക്കുന്നതെന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ അതുപോലെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ആകെ 10,000ന്റെ ബട്ടണും 100ന്റെ ബട്ടണും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 20,800. 20,000 കിട്ടണമെങ്കിൽ ഇവിടെ ഏതൊക്കെ ബട്ടൺ എത്ര ടൈംസ് ക്ലിക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ 10,000 ആണ് അല്ലേ. ഇപ്പോൾ ഈ 10,000ന്റെ ബട്ടൺ എത്ര ടൈംസ് ക്ലിക്ക് ചെയ്യണം അതറിയാൻ വേണ്ടി ഇതിൽ 10,000 4 അല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ 20,800ൽ ലാസ്റ്റ് 4 ഡിജിറ്റ് മാറ്റിയാൽ ബാക്കി എത്രയാണുള്ളത്? 2. ലാസ്റ്റ് 1 2 3 4 ഡിജിറ്റ് മാറ്റിയാൽ ബാക്കി 2. അപ്പോൾ നമുക്ക് 10,000ന്റെ ബട്ടൺ എത്ര ടൈംസ് ക്ലിക്ക് ചെയ്യണം? 2 ടൈംസ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താവും? 20,000 ആവും. ദെൻ അതിൻ്റെ കൂടെ 20,000 കഴിഞ്ഞ് ഇനി നമുക്ക് 800 കൂടെ വേണം. 800 കിട്ടാൻ 100ന്റെ ബട്ടൺ എത്ര ടൈംസ് ക്ലിക്ക് ചെയ്യും? 8 ടൈംസ് ക്ലിക്ക് ചെയ്താൽ മതി. 8 × 100. അപ്പോൾ ടോട്ടൽ നമുക്ക് എന്ത് കിട്ടി? 20,800 കിട്ടി. ഇനി നമുക്ക് ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ക്ലിക്സ് എന്നാ ചോദിച്ചിട്ടുള്ളത്. ടോട്ടൽ എത്ര ക്ലിക്സ് വേണ്ടി വന്നു? നമ്പർ ഓഫ് ക്ലിക്സ് ഇതിന് വേണ്ടിയിട്ട് എത്ര ക്ലിക്ക് ചെയ്തു നമ്മൾ? ഇവിടെ 1000ന്റെ ബട്ടൺ 2 ടൈംസ്, 100ന്റെ ബട്ടൺ 8 ടൈംസ്. അപ്പോൾ 2 + 8 എന്ന് പറഞ്ഞാൽ നമുക്ക് 10 ടൈംസ് നമ്മൾ എന്ത് ചെയ്തു? ബട്ടൺസ് ക്ലിക്ക് ചെയ്തു. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 92,100. 92,100 കിട്ടാൻ നമ്മൾ എത്ര ടൈംസ് ക്ലിക്ക് ചെയ്യണം? ഇവിടെയും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ 10,000ന്റെ ബട്ടൺ എത്ര ടൈംസ് ക്ലിക്ക് ചെയ്യുന്ന അറിയാൻ ലാസ്റ്റ് 4 ഡിജിറ്റ് മാറ്റിയാൽ മതി. അപ്പോൾ 1 2 3 4 എത്രയുണ്ട് ബാക്കി? 9. 9 × 10,000. 9 × 10,000 ആകുമ്പോൾ 90,000 ആയല്ലേ. ഇനി നമുക്ക് ബാക്കി 22,100 കൂടെ വേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര ടൈംസ് 100ന്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യണം? അതിനിവിടെ 100ന് 20 അല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് 2 ഡിജിറ്റ് മാറ്റുക. അപ്പോൾ എന്ത് വരും? 1 2 ഡിജിറ്റ് മാറ്റി 21 × 100. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 92,100 എന്ന് കിട്ടി. ഇനി നമ്മൾക്ക് ഇവിടെ എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് ക്ലിക്സ്, നമ്മൾ ടോട്ടൽ എത്ര ടൈംസ് ബട്ടൺസ് ക്ലിക്ക് ചെയ്തു? ഇവിടെ 9 ടൈംസ്, ഇവിടെ 21 ടൈംസ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 9 + 21 = 30 ക്ലിക്സ് എന്ന് എഴുതാം. ഓക്കെ, ദെൻ സി ക്വസ്റ്റ്യൻ 1,20,500. 1,20,500 ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെ ഇങ്ങോട്ട് എഴുതരാം. 1,20,500. അപ്പോൾ ഇതിൽ നമുക്ക് 1000ന്റെ ബട്ടൺ എത്ര ടൈംസ് ക്ലിക്ക് ചെയ്യും? 1000ൽ 4 zeros ആണ്. അപ്പോൾ ബാക്കി ഞാൻ എന്ത് ചെയ്തു? ലാസ്റ്റ് 4 ഡിജിറ്റ് മാറ്റി. ബാക്കി എന്താ ഉള്ളത്? 12 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 12 = 12 × 10,000. ദെൻ ബാക്കി എന്താ ഉള്ളത്? 500 ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ബാക്കി ഇത്രയാണല്ലോ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 100. ഇനി അടുത്ത് 100ന്റെ ബട്ടൺ ആണ്. അപ്പോൾ നമുക്ക് ഈ ബാക്കിയുള്ള നമ്പേഴ്സിൽ 100ന്റെ ബട്ടൺ എത്ര ടൈംസ് എന്ന് കാണാൻ വേണ്ടി 100ൽ 20 ആണുള്ളത്. അപ്പോൾ ലാസ്റ്റ് 2 zeros മാറ്റുമ്പോൾ ബാക്കി എന്ത് വരും? 05 അല്ലേ. 05 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 5 × 100. അപ്പോൾ എന്ത് വരും? 500. ടോട്ടൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് 1,20,500 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? നമ്പർ ഓഫ് ക്ലിക്സ് എത്ര ടൈംസ് ക്ലിക്ക് ചെയ്തു? ഇവിടെ 12 ടൈംസ്, ഇവിടെ 5 ടൈംസ്. അപ്പോൾ 12 + 5 17 ടൈംസ് എന്ന് എഴുതാം. ഓക്കെ അല്ലേ. ദെൻ 65,30,000. 65,30,000 എങ്ങോട്ട് എഴുതാം? 65,30,000. അപ്പോൾ ഇത് കിട്ടാൻ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 1000ന്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. 1000ന്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് 4 ഡിജിറ്റ് മാറ്റുക. അപ്പോൾ നോക്കാം. 1 2 3 4 ഡിജിറ്റ് മാറ്റി ബാക്കി എന്താ ഉള്ളത്? 653. ഇവിടെ 10,000ന്റെ ബട്ടൺ 653 ടൈംസ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ അവിടെ 100ന്റെ ബട്ടൺ നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 653 × 10,000. അപ്പോൾ ആൻസർ എന്ത് വരും? 65,30,000 എന്ന് കിട്ടും. അപ്പോൾ നമ്മളിവിടെ എത്ര ടൈംസ് ബട്ടൺസ് ക്ലിക്ക് ചെയ്തു? ഇവിടെ 653 ടൈംസ്. 653. ഓക്കെ, നമ്മളിവിടെ 100ന്റെ ബട്ടൺ യൂസ് ചെയ്യുന്നില്ല. ദെൻ 70,25,700. ഇതാണ് 70,25,700. അപ്പോൾ 1000ന്റെ ബട്ടൺ എത്ര ടൈംസ് ക്ലിക്ക് ചെയ്തു എന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്തു? ലാസ്റ്റ് 4 ഡിജിറ്റ് മാറ്റി. 1 2 3 4 ബാക്കി എന്താ ഉള്ളത്? 702. 702 × 10,000. ഓക്കെ, ദെൻ എന്ത് വേണം? 100ന്റെ ബട്ടൺ വേണം. 100ന്റെ ബട്ടൺ
ക്ലിക്ക് ചെയ്യാൻ. ബാക്കി നമ്മളിവിടെ 702 എടുത്തു. ബാക്കി ഇവിടെ ഉള്ളത് 5700 ആണല്ലോ, 5700. അപ്പോൾ ഇത് ഇനി 100ന്റെ ബട്ടൺ എത്ര ടൈംസ് ക്ലിക്ക് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? 100ൽ 2 zeros ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ 2 zeros ക്യാൻസൽ ചെയ്ത് ബാക്കിയുള്ളത് 57. അപ്പോൾ എന്ത് എഴുതാം? 57 into 100. അപ്പോൾ നമ്മൾ എന്ത് കിട്ടും? 70,25,700 എന്ന് കിട്ടും. അപ്പോൾ നമ്മളിവിടെ ബട്ടൺസ് എത്ര ടൈംസ് ക്ലിക്ക് ചെയ്തു? ഇവിടെ 10,000ന്റെ ബട്ടൺ 702 പ്ലസ് ദെൻ ഇവിടെ 57 നമുക്ക് ഇത് ആഡ് ചെയ്യുമ്പോൾ 759 ക്ലിക്സ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ കൂട്ടുകാർക്ക്? ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്കും ബാക്കി ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബാക്കി ക്ലാസ്സസുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു.